നിരന്തരമായ ദുരന്തങ്ങൾ വാനമിറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ദുരന്തങ്ങൾ വിശ്വാസികളെ തേടി വരിക പലപ്പോഴും വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ ചിന്തിച്ചാൽ നമ്മളിൽ നിന്ന് നമസ്കാരം നഷ്ടപ്പെടുമ്പോഴല്ല, സക്കാത്ത് കൊടുക്കുന്നത് നിർത്തുമ്പോഴല്ല, എന്നാൽ സർവസ്വ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിന്റെ അവസാന കാലം വരെ അവർ നിലനിർത്തി പോന്നിരുന്ന ഏറ്റവും സുപ്രധാനമായൊരു സ്വഭാവമുണ്ട്. അത് നമ്മളിൽ നിന്നെല്ലാം അകന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷകൾ വാനമിറങ്ങും. അതെന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ആ ദുസ്വഭാവം എന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മളുടെ ബന്ധുക്കളിൽ കാണുന്ന തിന്മകൾ തടയാതിരിക്കുകയും അവരോട് നന്മകൾ കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിട്ടുമാറാത്ത സ്വഭാവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ബന്ധുക്കൾ പിണങ്ങും, നമ്മളുടെ കുടുംബക്കാർ നമ്മളോട് പിണങ്ങും, സുഹൃത്തുക്കൾ ഇല്ലാതെയാകും, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ അതിൽ വരാൻ. അതുകൊണ്ട് നമ്മൾ ആരുടെ തിന്മയും തടുക്കാറില്ല. ഏത് തിന്മയോടും സഹകരിച്ചു പോകുന്ന ഒരു ഉമ്മത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ വാനമിറങ്ങുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കൈവശമാണോ അവൻ തന്നെയാണ് സത്യം. ലതഅ്മുറന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. വതൻഹൗന അനിൽ മുങ്കർ, തിന്മ വിരോധിക്കുക തന്നെ വേണം. ഔ ലയൂഷിക്കന്ന അല്ലാഹു അൻ യബഅസ ഇഖാബത്തൻ മിൻഹു, അത് നിങ്ങൾ നിർത്തിവെച്ചാൽ, തിന്മ നിരോധിക്കുന്നതും നന്മ കൽപ്പിക്കുന്നതുമായ ഏറ്റവും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സ്വഭാവത്തെ നിങ്ങൾ മാറ്റിവെച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വാനമിറങ്ങും. അങ്ങനെ ശിക്ഷ വരുമ്പോൾ സുമ്മത്തുദഊനഹു, പിന്നീട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഫലാ യുസ്തജാബ ലക്കും, അത്തരം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു കബൂലാക്കൂല. ആരുടെ തിന്മ നമ്മൾ സാധാരണ നമ്മൾ നിസ്കരിച്ച് നോമ്പ് വെച്ച് സക്കാത്ത് കൊടുത്ത് ഉംറക്ക് പോയി ഒരു പൂർണ്ണ മുസ്ലിമായി എന്നാണ് നമ്മളെ ധാരണ. അങ്ങനല്ല. ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുങ്കർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ സബബുൻ ഫിൽ ഫലാഹ്, അത് വിശ്വാസികൾക്ക് ഒരു യോഗ്യതയാണ് ഇരുലോക വിജയത്തിന്. നമ്മളുടെ പ്രാർത്ഥന അതായിരുന്നല്ലോ, ഇരുലോക വിജയം കിട്ടണമെങ്കിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു തിന്മയും നമ്മൾ വിലക്കില്ല, നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു തിന്മയും നമ്മൾ വിലക്കില്ല. ആ തിന്മയോട് ചേർന്ന് പോകാൻ നമ്മൾ ശ്രമിക്കുക, അല്ലേ? അങ്ങനല്ലേ നമ്മൾ കണ്ടുവരുന്നത്? അതെന്തിനാ? ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ. കാരണം അവന്റെ സൗഹൃദത്തിലൂടെ നമുക്ക് ചിലപ്പോൾ കടം വാങ്ങാം. ഓനോട് അവന്റെ തിന്മ വിരോധിച്ചാൽ അവനോട് പിന്നീട് കടം ചോദിക്കാൻ പറ്റില്ല, അവൻ നമുക്ക് തരില്ല, അവൻ നമ്മളെ മോശക്കാരനായി കാണും, അല്ലേ? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരാണ്. ആണും പെണ്ണും അവരെ തള്ളിക്കളയും. കുടുംബത്തിൽ നിന്ന് നിങ്ങളെ തള്ളും, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ തള്ളും, നിങ്ങളുടെ മക്കൾ നിങ്ങളെ തള്ളും. പഴഞ്ചനായ ബാപ്പാന്നാ പറയാം, അല്ലേ? ഇപ്പൊ എല്ലാ മക്കൾക്കും വേണ്ട എന്താ? വൈബ് വാപ്പന്, അല്ലേ? പഴഞ്ചനാ, എല്ലാ തിന്മകളുടെയും നേരെ കൈയോകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വിശ്വാസിയാണോ മൻ റഅ മിൻകും മുങ്കറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. മൻ റഅ മിൻകും മുങ്കറൻ, ഒരു തിന്മ സമൂഹത്തിലോ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ നിങ്ങൾ കണ്ടാൽ, ഒരു തിന്മ അല്ലാഹു റസൂലും പഠിപ്പിക്കാത്ത ഒരു തിന്മ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ, ഫൽയുഗയ്യിറുഹു ബിയദിഹി, അത് കൈകൊണ്ട് തടയാൻ പ്രാപ്തനായവൻ അത് കൈകൊണ്ട് തടഞ്ഞേ പറ്റൂ. ഫൈലം യസ്തത്തി, ചിലപ്പോൾ കൈകൊണ്ട് തടയാൻ കഴിയില്ല, അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവില്ല. അപ്പോഴോ ഫബി ലിസാനി, നാവ് കൊണ്ട് തടയണം, തെറ്റാണെന്ന് പറയണം. കഴിയോ? അത് നമ്മൾ കൂടിക്കൊടുക്കലാണ്. എങ്ങനെ? നിങ്ങളൊക്കെ ജീവിതം എങ്ങനെ? നിങ്ങൾ പ്രാർത്ഥിച്ച അല്ല കബൂലാക്കൂല. നിങ്ങൾ കേട്ടില്ലേ? എന്തുകൊണ്ടാണ് നമ്മളുടെ ഒന്നും ദുആക്ക് അല്ലാഹു ഉത്തരം തരാത്തത്?
നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യില്ല. ചിലപ്പോൾ നന്മ കൽപ്പിക്കുന്നവരുണ്ടാവും, തിന്മ തീരെ വിരോധിക്കില്ല. തിന്മ വിരോധിക്കുമ്പോൾ അത് തെറ്റുക. നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ നിങ്ങൾ പറഞ്ഞ തിന്മ ഉണ്ടല്ലോ, അത് നിങ്ങളൊരു കാര്യം സമൂഹത്തിൽ നടക്കുന്ന ഒരു തിന്മ നിങ്ങൾ വിരോധിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്കറിയാം, സമൂഹത്തിൽ നടക്കണ്ട, നിങ്ങളെ ഭാര്യയിൽ, നിങ്ങളെ മക്കളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളെ തറവാടുകളിൽ നടക്കുന്ന ഒരു തിന്മ, മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റാത്തൊരു തിന്മ, അത് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നു. എന്തു ചെയ്യും? തടുക്കുവോ? എങ്ങനെ പാടുന്ന പറഞ്ഞ്? ആദ്യം കൈകൊണ്ട് തടയണം. അത് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവന്റെ കൈ പിടിക്കണം. ഇനി കൈ പിടിക്കാൻ ചിലപ്പോൾ കഴിയില്ല, കാരണം അവൻ നമ്മളെക്കാൾ മുതിർന്നവനോ അവൻ നമ്മളെക്കാൾ കുടുംബത്തിന്റെ നേതാവോ ഒക്കെ ആവാം. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? ഫബിലിസാനി, നാവ് ഉപയോഗിച്ചാൽ കേട്ടോ. അച്ഛ ഇത് തെറ്റാണ്, സമ്മതിക്കില്ല, പറ്റില്ല, അള്ളയും റസൂലും പഠിപ്പിക്കാത്തതാണ് എന്ന് പറയാൻ കഴിയണം കേട്ടോ. ഫൈലം യസ്തത്തി, നാവോണ്ടും പറയാൻ കഴിയില്ലല്ലോ. ഫബി കൽബിഹി, മനസ്സോണ്ട് വെറുക്കണം. ആ വ്യക്തിയല്ല, ആ വ്യക്തി ചെയ്യുന്ന തിന്മയെ മനസ്സോണ്ട് വെറുക്കണം. അങ്ങനെ വെറുത്താലോ വദാലിക അൽറഫുൽ ഈമാൻ, അത് ഈമാൻ ഏറ്റവും ദുർബലമായ ഒരാൾക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണ്. ദുർബലമായ ഒരു ഈമാനെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ കൽബോണ്ട് വെറുത്താളും. നമ്മൾ കൂടെ കഴിയോ കാലം വരെ? ഇല്ല. നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ പേക്കൂത്തുകൾക്കും നമ്മൾ കൂടിക്കൊടുക്കല അല്ലേ? ഇനി കുടുംബം മാത്രമല്ല, നമ്മളെ സുഹൃത്തുക്കള് ഒരു അടിച്ചുപൊളി കല്യാണമാണ്, നിങ്ങൾ പോകൂലേ? പോവും. അവിടെ ചെന്നാൽ നിങ്ങൾ സംസാരിക്കുമോ? നിങ്ങൾ മനസ്സുകൊണ്ട് വെറുത്തിട്ട് പോരുമോ? ഇല്ല. കൂടിക്കൊടുക്കും. കൂടിക്കൊടുത്തില്ലല്ലോ അയൽപ്പക്ക ബന്ധം പോവും, കുടുംബ ബന്ധം പോവും അല്ലെ? ജ്യേഷ്ഠനും മനുഷ്യനും തമ്മിൽ തെറ്റും. ഈ അവസ്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് എന്ന് അകലുന്നുവോ അന്ന് ശിക്ഷ വാനമിറങ്ങുന്ന റസൂലുള്ള പറഞ്ഞു. ഒരുപാട് ശിക്ഷകളെന്നും ഞാൻ ഓരോന്നോരോന്ന് വ്യക്താക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ചിന്തിക്കുക, എന്തെല്ലാം ശിക്ഷകൾ നമുക്ക് അല്ലേ? അതുകൊണ്ട് ആ ഖുർആൻ എന്ത് പറയുന്നത് അറിയോ? വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ഔലിയാഉ ബഅദ്, വിശ്വാസികളും വിശ്വാസിനികളായ പെണ്ണുങ്ങളും ആണും പെണ്ണും ഔലിയാഉ ബഅദ്, അവർ പരസ്പരം ബന്ധുക്കളാണ്, കുടുംബങ്ങളാണ്. എന്താണ് അവർ ചെയ്യേണ്ടത്? അവർ കുടുംബം എന്നുള്ള എന്താ രേഖ? യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കുകയും വയൻഹൗന അനിൽ മുങ്കർ, തിന്മ വിരോധിക്കുകയും ചെയ്യും. വയുഖീമുന സലാത്ത്, അവർ നമസ്കാരം നിലനിർത്തും. വയൂത്തൂന സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കും. വയുത്തീഉന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് ജീവിക്കുള്ളൂ. അള്ളി റസൂൽ എന്താ പറഞ്ഞു നോക്കും, അതേ ചെയ്യുള്ളൂ. ഉലായിക സയർഹമുല്ലാ, അള്ളാഹു അത്തരം ആളുകളുടെ നേരെ കരുണ ചൊരിയും. അവരുടെ നേരെ ശിക്ഷ വാനമിറങ്ങുമ്പോൾ അള്ളാഹു കരുണ ചെയ്യും. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു പ്രതാപശാലിയും തത്വജ്ഞാനിയുമാണ്. അള്ളാഹു പറയുന്ന ഓരോ നിയമങ്ങളും നിർദ്ദേശം. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഈ ആയത്തെ സൂറത്ത് തൗബയിലെ 71-ാമത്തെ ആയത്താണത്. എന്താ പറഞ്ഞത്? വിശ്വാസികളായ ആണും പെണ്ണും പരസ്പരം ബന്ധുക്കളാണ്. അവരാണ് ബന്ധുക്കൾ. എളാപ്പ മൂത്താപ്പ ഒക്കെ ഓരാ ബന്ധുക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയാണല്ലോ അബൂജഹൽ. എത്രമാത്രം ബന്ധം പുലർത്തി നിങ്ങൾ ചിന്തിക്കുമല്ലോ അല്ലെ? നിങ്ങൾ എന്താ പറഞ്ഞു നബി പറഞ്ഞത്? എന്റെ ബന്ധുക്കൾ ആരാണ്? ഇന്ന ഔലിയ ഈ മിനൽ മുഅ്മിനീൻ, എന്റെ ബന്ധുക്കൾ മൂമിനുകളാണ്. ഉണ്ടോ? നമുക്കങ്ങനെ പറയാൻ കഴിയുമോ എന്റെ ബന്ധുക്കൾ മൂമിനാണ്? നമ്മൾക്ക് എല്ലാ ജാതിയും ഉണ്ട് നമ്മളെ പറയല് അല്ലേ? അപ്പൊ അവരോടൊക്കെ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇനി അഡ്ജസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾ തിന്മ വിരോധിച്ചു നോക്കി, കുടുംബത്തിൽ ബഹിഷ്കരിക്കപ്പെടും. എല്ലാവരും ഭ്രാന്തനാന്ന് വരെ പറയും. അപ്പോ ഇത് പറയാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? അള്ളാന്റെ കൽപ്പന മാറ്റിവെച്ചു. അള്ളാന്റെ കൽപ്പന എന്താ? അള്ളാഹു പറയാണ്, ഇത്തരം ആളുകൾ ഇതിങ്ങനെ അള്ളാന്റെ ഹക്ക് മനസ്സിലാക്കി, ഒരു സത്യങ്ങൾ മനസ്സിലായി, ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്, ഇന്ന വിഷയത്തിൽ ഇങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതിനെതിരിൽ നിങ്ങളെ കുടുംബത്തോ നിങ്ങളുടെ ബന്ധുക്കളിലോ നിങ്ങളുടെ സഹോദരന്മാരിലോ സഹോദരിമാരിലോ എളാപ്പ മൂത്താപ്പന്മാരിലോ ആരെയും അതിനെതിരിൽ പ്രവർത്തിക്കുന്നുണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അത് മറച്ചു വെക്കും അല്ലേ? അത് മറച്ചു വെച്ചാലുള്ള ശിക്ഷ അറിയെങ്കിൽ അല്ല പറയാ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ച ഒരു സത്യം അതിനെ മറച്ചു വെക്കുന്നവർ. എന്തിനാ മറച്ചു വെച്ച്? വയസ്തറൂന ബിഹി സമനം കലീല, സ്വാർത്ഥ ലാഭം കിട്ടാൻ, തുച്ഛമായ ലാഭം ലഭിക്കാൻ. എന്താ തുച്ഛമായ ലാഭം? അവരുമായുള്ള ബന്ധം നിലനിൽക്കണം. നമ്മൾ കല്യാണം വിളിച്ചാൽ ഓല് വരണം, നമ്മൾ രോഗിയായാൽ ഓല് വരണം അല്ലേ? നമ്മൾ മരിച്ചാൽ ഓല് വരണം. അതൊക്കെയുള്ള സ്വാർത്ഥ ലാഭ. ആ ലാഭമൊക്കെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്?
എന്ത് തെറ്റ് ചെയ്താലും മിണ്ടൂല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഇപ്പോഴത്തെ പുതിയ കാലം അങ്ങനെ, ആര് തെറ്റ് ചെയ്താലും ആരും മിണ്ടൂല. പറഞ്ഞോ പുറത്താവും. പക്ഷെ പറഞ്ഞാൽ നിങ്ങൾ അള്ളാന്റെ അകത്താവും, പറഞ്ഞില്ലേലോ അല്ല പറയാം ഉലായിക്ക മാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം ഇല്ലന്നാർ. അങ്ങനെ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ മറച്ചു വെക്കുന്നവർ അവരെന്ത് നേടിയെടുത്താലും എങ്ങനൊക്കെ നേടിയാലും അല്ല പറയാ ഉലായിക്ക മാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം ഇല്ലന്നാർ. അവരുടെ വയറുകളിൽ നടക്കുന്നത് നരകാഗ്നിയാണ്, നരകത്തിന്റെ തീയാണ് നടക്കുന്നത്. നിങ്ങൾ ഒരു തെറ്റ് കണ്ടിട്ട് ആ തെറ്റ് മറച്ചു വെച്ചു, പറഞ്ഞില്ല. എന്നിട്ട് ആ തെറ്റ് മറച്ചു വെച്ചവന്റെ പുറേ പോയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം നരകത്തിലെ തീയാണ്. ധാരാ പറയുന്നത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ആണ് പറയുന്നത് കേട്ടോ. എന്നിട്ടോ വലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമ. അങ്ങനെ അള്ളാഹുവിന്റെ സത്യം മറച്ചു വെച്ച് ജീവിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ സത്യത്തെ മറച്ചു വെച്ച് ജീവിക്കുന്ന ആണായാലും പെണ്ണായാലും വലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കൂല. എന്താ ഇപ്പൊ പറയണ്ടത്? അവരോട് അള്ളാഹ് സംസാരിക്കൂല. എത്രമാത്രം ശാപുണ്ട് അള്ളാഹ്ക്കല്ലേ, എത്രമാത്രം വെറുപ്പുണ്ടായിട്ട് അള്ളാഹ് സംസാരിക്കൂലായിരുന്നു. നമ്മളൊക്കെ അനങ്ങിയാ പറയും ഞാൻ മരിച്ചാലും പൊറുക്കൂല. പക്ഷെ അള്ളാഹ് പറഞ്ഞ അങ്ങനല്ല, ഞാൻ അവനോട് സംസാരിക്കൂല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കൂല. അങ്ങനെ കുറച്ചു കാലം നരകത്തിലിട്ടിട്ട് ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുമില്ല. എന്താ തെറ്റിയത്? നിസ്കരിക്കേണ്ടതാണോ? നോമ്പ് കൊടുക്കേണ്ടതാണോ? അല്ല. സക്കാത്ത് കൊടുക്കേണ്ടതാണോ? അല്ല. ഹജ്ജ് ചെയ്യേണ്ടതാണോ? അല്ല. എന്താ തെറ്റ്? മനുഷ്യ സഹജമായി വന്നു പോകുന്നു തെറ്റുകൾ കണ്ടാൽ തടുക്കൂല. അങ്ങനെ തടുക്കാതിരുന്നാലോ ലോകം മുഴുവൻ എന്താവും? നശിച്ചു പോകും. ഇല്ലേ? എല്ലാവരും നശിക്കും. അതിനൊരു ഉദാഹരണം റസൂലുള്ള പറഞ്ഞെന്താ വെച്ചാൽ, ഇപ്പോ ഒരു വാഹനത്തിൽ ഒരു വെള്ളത്തിലൂടെ ഒരു കപ്പലിൽ യാത്ര പോവുകയാണ്. അപ്പം മുകളിലെ തട്ടിലും താഴെത്തട്ടിലും ആളുണ്ട്. അപ്പം താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഒരു ദ്വാരം ഉണ്ടാക്കി കപ്പലിന്. അത് തടുത്തില്ല എന്താവും? നിങ്ങൾ ചിന്തിച്ചു. അതാ റസൂലുള്ള പറഞ്ഞു ഉപമ. അത് തടുത്തില്ല എന്താവും? കപ്പൽ മുങ്ങും. മുകളിലെ തട്ടിലുള്ളവരും താഴെത്തട്ടിലുള്ളവരും ഒഫാത്താവൂലേ? അതാണ് തടുക്കാണ്ടിരുന്നാൽ. നമ്മൾ പെട്ടെന്നൊരു ഉദാഹരണം റസൂലുള്ള കൽബിൽ പതിയാൻ വേണ്ടി സഹാബത്തിന് പറഞ്ഞു കൊടുത്താ കേട്ടോ. അപ്പൊ അതുകൊണ്ട് വലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ, തിന്മ തടുക്കാത്ത ആളുകളോട് അള്ളാഹു പരലോകത്ത് സംസാരിക്കൂല. വലാ യുസക്കിയും, സംസ്കരിക്കൂല. വലഹും അദാബുൻ അലീം, അള്ളാഹുവിന്റെ ക്രോധം തീർക്കുന്നത് നോക്കൂ നിങ്ങൾ. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഇനി ബാക്കിയുണ്ട്. മയ്യത്തടുക്ക് വന്നാ മതി. അതുകൊണ്ട് ഇപ്പൊ എന്താ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്? ഒരു തിന്മ കണ്ടാൽ തടുക്കണം. എങ്ങനെ തടുക്കണം? ഒന്നുകിൽ എന്ത് ചെയ്യണം? കൈകൊണ്ട് തടുക്കണം. പറ്റില്ല, അതിവിടെ പറ്റില്ല. ഇപ്പൊ നിങ്ങളവിടെ കല്യാണം നടക്കുകയാണ്, അവിടെ ചെണ്ടിയും മുട്ടും നായാട്ടും ഒക്കെ വന്ന് നടക്കാൻ പോവുക. നിങ്ങൾ ഒരാളെങ്കിൽ രംഗത്തിറങ്ങുമോ? ഇതിവിടെ പറ്റില്ല, ഈ പുരയിൽ ഇത് പറ്റില്ല, ഈ കല്യാണ സദസ്സിൽ ഇത് പറ്റില്ല. അത് അള്ളാഹുവിന്റെ കാരുണ്യമിറങ്ങുന്ന സദസ്സാണ്, മലായിക്കത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സ്. അവിടെ ഈ പാട്ടും കൂട്ടും പറ്റില്ല എന്ന് പറയാൻ ആരും തയ്യാറാകുമോ? നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളും കൂടി ടൗസർ ഇട്ടിറങ്ങും. എന്തിന്? തുള്ളായ. അതല്ലേ നമ്മൾ കാണല്? അല്ലേ? ആണ്. അത് ഖുർആന്റെ വലിയ ആൾക്കാരുണ്ടല്ലോ, ഓരായാലും ആരും മോശക്കാരല്ല. തടുത്തേ പറ്റൂ. തടുക്കുന്ന എന്നെപ്പോലുള്ള ആൾക്കാർ എങ്ങൾക്കൊക്കെ വെറുപ്പ് പോകും. ഏത്? അയാളെ ഇന്നെപ്പാരും കല്യാണത്തിൽ വിളിക്കില്ലല്ലോ, നിർത്തിയല്ലോ. കാരണം എന്താ? എനിക്ക് വലിയ സന്തോഷമാണ് കല്യാണത്തിന് വിളിക്കാണ്ടെന്നാ, ഭയങ്കര സന്തോഷം. കാരണം എന്താ? ആ ലുൽമ് കാണണ്ടല്ലോ. പലരും പറഞ്ഞില്ലെന്നതാ, മൂപ്പരെ കാണിക്കേണ്ട, അത് കാണിച്ചാൽ മൂപ്പര് വെള്ളിയാഴ്ച ജുമാക്ക് വിഷയമാവും, അതുകൊണ്ട് അതിന് മെനക്കെടണ്ട. അങ്ങനെ പറഞ്ഞല്ലോ ഇല്ലേ? ചിലപ്പോൾ നിങ്ങളൊരു കേട്ടിട്ടുണ്ടാവും. എന്താ കാരണം വെച്ചാൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ വിട്ടുമാറാത്ത സ്വഭാവമാണ്, ആണിന്റെയും പെണ്ണിന്റെയും. അങ്ങനെ വന്നാൽ മാത്രമേ സമൂഹത്തിൽ സാംസ്കാരികമായ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാണ്ടിരുന്നാൽ, പലപ്പോഴും നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നതിന് ഒരു കാരണം എന്താ? നാട്ടുകാർ വെറുക്കും, അല്ലെങ്കിൽ അവരുടെ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതെയാവും. അങ്ങനൊക്കെയല്ലേ? സ്ഥാനമാനം നഷ്ടപ്പെടില്ലേ? നിങ്ങളൊന്ന് പള്ളി കമ്മിറ്റിയിൽ കയറാൻ വേണ്ടി നോക്കി, പള്ളി കമ്മിറ്റി കയറി, പള്ളി കമ്മിറ്റി ചെയ്യുന്ന എല്ലാ തെറ്റും ഒന്ന് സൂചിപ്പിച്ചു നോക്കി.
നിങ്ങളെ പുറത്താക്കാനും എല്ലാവരും കൂടി എന്താക്കും, പ്ലാൻ ചെയ്യില്ലേ? മീറ്റിംഗ് കൂടിയിട്ട് പുറത്താക്കും, ഓനെ കൂട്ടണ്ട അടുത്ത കമ്മിറ്റിയിൽ പറയല്ലേ ഇല്ലേ? റസൂലുള്ള 1400 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം കേട്ടത്, ലാ യംനഅന്ന അഹദും മിൻകും ഹൈബത്തന്നാസ് അൻ യഖൂല ബിഹഖിൻ ഇദാ അലിമു. ഒരു ഹക്ക് മനസ്സിലാക്കിയാൽ ആ സത്യം നിങ്ങൾ മറച്ചു വെച്ചാൽ, എന്തിനാ? ജനങ്ങളെ പേടിച്ചിട്ട്. ഹൈബത്തുന്നാസ്, ജനങ്ങളെ പേടിച്ചിട്ട് മറച്ചു വെച്ചു. ഓലെന്ത് വിചാരിക്കും? അങ്ങനല്ലേ? നമ്മളെ അമ്മോൻ എന്ത് വിചാരിക്കും? നമ്മള് മൂത്തച്ഛൻ എന്ത് വിചാരിക്കും? ഇളയച്ഛൻ, എല്ലാ തെറ്റും നമ്മൾ തടുക്കലങ്ങനെ. ഇളയച്ഛൻ എന്ത് വിചാരിക്കും? അല്ല എന്ത് വിചാരിക്കും ചിന്തിക്കുന്നിടത്ത് നമ്മളെ കൽബ് എത്തിയില്ല. ഉണ്ടോ? നിങ്ങൾ ചിലപ്പോ 5 വക്ത് നിസ്കരിക്കലും ബാങ്കും ഉലുഹിയത്തും എല്ലാ ഇബാദത്തും ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ കർമ്മം ചെയ്തില്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന ഉത്തരം നൽകൂല എന്ന് മാത്രമല്ല, ശിക്ഷ വാനമിറങ്ങുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആളുകളെ ഭയപ്പെട്ടിട്ടാണ് വലിയ ഒരു തലമുറ എന്താക്കുന്നത്, തിന്മ വിരോധിക്കാതിരിക്കുന്നത്. ആളുകളെ ഭയപ്പെട്ട അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. റസൂലുള്ള പറഞ്ഞു, അന്നൽ അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുങ്കർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത് സബബുൻ ഫിൽ ഫലാഹ്, അത് ഒരു യോഗ്യതയാണ്. ഈ 2 ലോകവും വിജയിക്കാൻ. 2 ലോകവും വിജയിക്കണമെങ്കിലുള്ള യോഗ്യതയാണ് എന്ത്? സബബാണെന്ത്? അംറു ബിൽ മഅറൂഫ് നഹി അനിൽ മുങ്കർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക കേട്ടോ. ഓലാ വിജയിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ പറയുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുങ്കർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്ത് ആൽ ഇംറാനിലെ 104-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ലോകം അവസാനിക്കുന്നവരെ മുസ്ലിം ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും. വൽതകും മിൻകും ഉമ്മ, ഒരു ഉമ്മത്ത്, ഒരു സമൂഹം ഉണ്ടാവും. ഓരോ സ്വഭാവം എന്താ? യദ്ഊന ഇലൽ ഖൈർ, അവർ നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കും. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മയിലേക്ക് ക്ഷണിക്കുകയും. വയൻഹൗന അനിൽ മുങ്കർ, തിന്മ വിരോധിക്കുകയും ചെയ്യും. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു ഇരുലോക വിജയികൾ. ഇവിടെയും വിജയം ഓൽക്ക, ആത്യന്തികമായ വിജയം ഓൽക്ക. 2 ലോകത്തും വിജയിക്കും കേട്ടോ. ഇങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രതിലോമ പ്രവർത്തനങ്ങൾ നേരിടേണ്ടി വരും. ഉറപ്പല്ലേ? അവിടെയും ഖുർആൻ ഇടപെടുകയാണ്. സൂറത്ത് അഅറാഫിൽ അല്ലാഹു പറയുന്നു, ഖുദിൽ അഫ്വ, അത്തരം ആളുകൾക്ക് നീ മാപ്പ് നൽകണം. പലതും പറയും, പലതും ചെയ്യും, അതിനൊന്നും പ്രതികരിക്കാൻ പോണ്ട. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിച്ചോ, അത് നിർത്തണ്ട. ഇങ്ങനെ ഓൽക്ക് മാപ്പ് കൊടുത്താള്, നന്മ കൽപ്പിച്ചോളൂ. വഅരിൽ അനിൽ ജാഹിലീൻ, അത്തരം അവിവേകികളെ നീ വിട്ടുകള. അങ്ങനെ ആ കുടുംബത്തിലും സമൂഹത്തിലുമുള്ള അവിവേകികൾ വലിയ ബുദ്ധിരാക്ഷസന്മാരായിട്ട് വന്നിട്ട് പറയും, അങ്ങനെ പറയേണ്ടില്ലേന്ന്, അങ്ങനെ ചെയ്യേണ്ടില്ലേന്ന്. അള്ളയും റസൂലും അതുപോലെ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞു ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങല്ലേ? നിങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായില്ലേ? എന്താ ചെയ്യേണ്ടത്? അത്തരം പറയുന്ന ആളോട് മറുപടി പറയാൻ നിൽക്കേണ്ട. ഖുദില്ലാഫു, മാപ്പ് കൊടുത്താളി, ഓൽക്ക് മാപ്പ് കൊടുത്താളി. വഅരിൽ അനിൽ ജാഹിലീൻ, അവിവേകികളെ വിട്ടുകളയാ. സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞു, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ, അവിവേകികളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് മുന്നോട്ട് ജീവിക്കേണ്ടി വന്നാൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? ഖാലൂ സലാമ, സലാം പറഞ്ഞ് പിരിഞ്ഞാകണം. വർത്താണ്ടാക്കരുത്. ഓല് വലുതും പറയും. എന്താണിത്? നന്മ, നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കൂ. ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം ഏറ്റെടുത്ത ഏറ്റവും സുപ്രധാന വിഭാഗം ആളുകളാണ് സലഫികൾ. ആ സലഫികൾ കേരളത്തിൽ അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കും എനിക്കൊക്കെ ഈ മാറ്റം വന്നത് കേട്ടോ. നമ്മളെ മുൻഗാമികളായ പണ്ഡിതന്മാരെ കഷ്ടപ്പെട്ടതാ. ഓലെങ്ങാനും നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റും നിങ്ങളെ തടുക്കാൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും നിങ്ങൾ എന്താവും ചെയ്യുക? ഇന്നും നിങ്ങൾ മരിച്ചോടത്ത് ബുർദബെയ്ത്ത് ചെല്ലും അല്ലേ? ചെല്ലൂലേ? ഒരു കൗമ് ഇവിടെ എന്താ ചെയ്തിരുന്നത്? മരിച്ചു മയ്യത്ത് എടുത്തു കിടത്തിയാൽ അത്ഭുതം തോന്നും. മയ്യത്ത് എടുത്തു കിടത്തിയിട്ടേ ആ മയ്യത്തിന്റെ മുമ്പിൽ ബുർദബെയ്ത്ത് വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടോ നിങ്ങൾ ബുർദബെയ്ത്ത്? അമിൻ തദക്കുരി ജിറാനിം ബിദി സലമി മദജ് തദം അൻജറ മിമ്മുഖലതിം ബിദമി അംഹബ്ബത്തിർ റീഹു മിൻ തിൽഖാഇ കാലിമത്തിൻ വ ഔമലൽ ബർഖു മിൻ ലൽമാഇ മിൻ നിലമി. ഇതാണ് ബുർദബെയ്ത്ത്.
ഇതിങ്ങനെയല്ല ചെല്ലല്. ഓലി അല്ലല്ലേ എങ്ങനെ അറിയാം? ആമിൻ തദകുരിജി റാനിം ബീദി സലം. ഇപ്പം ഓർമ്മ ഉണ്ടാവും അല്ലേ കേൾക്കുന്നത്? ഈ വയലൊക്കെ നടക്കുന്നതിന് മുമ്പിൽ അതുണ്ടാകുക. ഒന്ന് മരിച്ചോടത്തുണ്ടാകുക. നമ്മളെ ബാപ്പ മരിച്ചെടുത്ത് വെച്ചിട്ട് ബാപ്പനോട് ചോദിക്കുക, അമിൻ തദക്കുരി ജിറാനിം ബിദീസലം, ജീസലമിലെ കാമുകി ഓർത്തിട്ടാണോ കാര്യത്? മൂപ്പരും മരണവേദനയിൽ കാര്യ. ആ ബാപ്പനോട് ചോദിക്കുക, അമിൻ തദക്കുരി ജീറാനിം ബിദീസലം മസജിത്ത ദം അഞ്ചറ മിൻ മുക്കലത്തിൻ ബിദമി. കൺതടത്തിൽ നിന്ന് കണ്ണീരിന് പകരം രക്തക്കട്ടകളാണല്ലോ ഒലിക്കുന്നത്. ആരോട്? ബാപ്പനോടെ. അങ്ങനുണ്ട് ഈ തിന്മ ചെയ്തിരുന്ന ആളുകളെ മുമ്പിൽ. അപ്പൊ അത് പറഞ്ഞപ്പോ എന്താക്കി? പിന്നെ ഖുർആൻ ഓല തുടങ്ങി. അപ്പോൾ എതിർത്തു. എന്താ കാരണം? മരിച്ചോൽക്കല്ല ഖുർആൻ. വന്തിർ മൻകാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകാൻ. ഫദക്കിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നീ താക്കീത് നൽകണം. ഫൈന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ഉപകാരം ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ വിശ്വാസിയാ കഴിഞ്ഞ മയ്യത്തായില്ലേ? അപ്പൊ ആ തിന്മകളൊക്കെ തടുത്തോണ്ടാണ് ഇന്നിപ്പോ നിങ്ങൾ ഇങ്ങനെ ആയത്. എന്നാലും നിങ്ങളെ കുടുംബത്തിലും ബന്ധങ്ങളിലൊക്കെ മരിച്ചോട്ടത്തുനിന്ന് അങ്ങനെ ഖുർആൻ ഓതുണ്ടാവും. അത് നിങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യും? മുണ്ടണ്ട, മുണ്ടിയപ്പം തെറ്റും. പിന്നെ അവസരത്തിനനുസരിച്ച് സംസാരിക്കണം. മൊയ്ലിയരൊക്കെ പോയി മയ്യത്തൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം ഇതിങ്ങനല്ല ചെയ്യേണ്ടത് നമ്മ അപ്പം പറയാൻ. അത് അപ്പോഴാ പറയേണ്ടത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം പറയാണ്ടെന്ന്? അതാണ് നിങ്ങൾക്ക് ഹൈബത്തുന്നാസ് ഉണ്ടാവും, ജനങ്ങളോടുള്ള ഭയം. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാൻ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ മരണം വരെ മറക്കരുത്. ഇനി അതുപോലെ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ നിങ്ങളിലോ എന്നിലോ ഒരു തിന്മ കണ്ടു, ഒരാൾ തിരുത്തി, അത് തെറ്റാണ് നിങ്ങളാ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾക്ക് തെറ്റാന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മഹാനായ ഖലീഫ ഉമറുല്ലാഹുവിനെ തിരുത്തിയപ്പോൾ, തെറ്റ് ചെയ്തപ്പോൾ തിരുത്തിയ സമയത്ത് ഉമറുല്ലാഹു പറയാം, റഹിമല്ലാഹു മൻ അഹ്ദാ ഇലയ്യ ഉയൂബി, എന്റെ തെറ്റുകൾ എനിക്ക് ബോധ്യപ്പെടുത്തിയ നിങ്ങൾക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക അല്ല, നമ്മളെന്ത് ചെയ്യും? ഇറങ്ങും കാണിച്ചു തരട്ടോ. എന്റെ തിന്മ കൽപ്പിക്കല്, വിരോധിക്കല്, നന്മ കൽപ്പിക്കല് ഞാൻ കാണിച്ചു തരാം അല്ലേ? എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? പൂതക്കാണാടി വെച്ചിട്ട് നമ്മളെ തെറ്റുകൾ എന്തെയുണ്ടോന്ന് നോക്കും. എന്നിട്ട് അത് പാർവതിക്കരിക്കാൻ നോക്കുകനല്ലേ അല്ലേ? പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമോ? നിന്റെ തെറ്റുകൾ തിരുത്തി തന്നതിന് അള്ളാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ പ്രാർത്ഥിക്കൂ. ഇതാണ് സലഫുകളായ പണ്ഡിതന്മാർ, അതാണ് ഖലീഫ ഉമറുല്ലാഹു നിർവഹിച്ചിട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത് വല്ലാത്തൊരു അനുഗ്രഹീതമായ ഗുണമാണ്. എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആ പ്രവാചകൻ പഠിപ്പിച്ച നന്മകൾ ജീവിതത്തിൽ പകർത്തി ജീവിച്ച ഒരു പറ്റം ആളുകൾ എല്ലാ കാലത്തും എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു. ആ പ്രവാചകന്മാരുടെ നന്മകൾ പകർത്തുന്ന റസൂലുള്ള പറയാൻ, മാമിൻ നബിയിൻ ബഅസഹുല്ലാഹു ഫി ഉമ്മത്തി ഖബലി, എന്റെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു അയച്ച പ്രവാചകന്മാർക്കെല്ലാം ഇല്ലാ കാന ലഹു ഫി ഉമ്മത്തിഹി ഹവാരിയൂൻ, അവർക്കെല്ലാം അവരുടെ ആശയങ്ങൾ ആദർശങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള സഹായികളെ അള്ളാഹു നൽകിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും അവർ കൊണ്ടുവന്ന ആശയവും ആദർശം സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കാൻ ഹവാരികളെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അസ്ഹാബുൻ യഹുദൂന ബി സുന്നത്തി, ആ പ്രവാചകന്മാർ പഠിപ്പിച്ച സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്ന സഹാബികളെയും. പിന്നെ സുമ്മ ഇന്നഹ തഖ്ലുഫു മിൻ ബഅദിഹി ഖുലൂഫ്, ആ പ്രവാചകന്മാർക്കും സഹാബത്തിനു ശേഷം ഒരു തലമുറ അവിടെ രംഗത്ത് വരും. കേട്ടോട്ടെ, നല്ല കേട്ടോളൂ. ഒരു തലമുറ രംഗത്ത് വരും. അവരുടെ സ്വഭാവം എന്താ? അവർ യഖൂലൂൻ മാല യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്തതാ പറയാ. യഖൂലൂൻ, അവർ യഫ്അലൂന, അവർ പ്രവർത്തിക്കും മാല യുഅ്മറൂൻ, അള്ളാഹു കൽപ്പിക്കാത്ത പ്രവർത്തിക്കുന്ന ഒരു തലമുറ ഇവിടെ രംഗത്ത് വരും. അള്ളാഹു റസൂലും പറഞ്ഞല്ല, പറയാത്തത്. എന്നിട്ട് റസൂൽ പറയാ, ഫമൻ ജാഹദഹും ബീരി, ആ അത്തരം ആളുകളോട് ആരെങ്കിലും കൈകൊണ്ട് പോരാടിയാൽ ഫഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയാണ്. ഫമൻ ജാഹദഹും ബി യദിഹി, കൈകൊണ്ട് ആരെങ്കിലും പോരാടിയാൽ ഫഹുവ മുഅ്മിൻ. വമൻ ജാഹദഹും ബി ലിസാനിഹി, നാവ് കൊണ്ട് ആരെങ്കിലും പോരാടിയാലോ ഫഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയാണ്. വമൻ ജാഹദഹും ബി ഖൽബിഹി, മനസ്സോണ്ടെങ്കിലും ആരെങ്കിലും പോരാടിയാലോ ഫഹുവ മുഅ്മിൻ, അവനും മുഅ്മിനാണ്. ലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ, അതിനുശേഷം ഹൃദയം കൊണ്ട് പോലും വെറുക്കാത്ത ഒരാളുടെ കൽബിൽ ഒരു കടുകുമണി തൂക്കം പോലും ഈമാനില്ല ഉണ്ടോ? കൽബോണ്ട് പോലും വെറുക്കാൻ കഴിഞ്ഞില്ലേ, പിന്നെ ഒരു കടുകുമണി തൂക്കം പോലും ഈമാനില്ലാത്തവനായി ചെയ്യുക.
ഓനാണ് അവിടെ പോയിട്ട് ഓലയുടെ ഭക്ഷണം തിന്ന് ഓല കൂടെ കുടിച്ച് ഓല കൂടെ ചാടിക്കളിച്ച് ഓല കൂടെ പാട്ടിൽ പങ്കെടുത്ത് അവർ ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങളിലും പങ്കെടുക്കും. അത് ഞാൻ ഒരു ഉദാഹരണത്തിലേക്കല്ല, നിങ്ങൾ ഏത് വിഷയത്തിലായാലും നമ്മളെ വീട്ടിൽ ഒരു ഹൗസ് വാമിങ് നടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 12 വീടുണ്ടാക്കിയിട്ടുണ്ട്. ഒരൊറ്റ വീടിന് ഹൗസ് വാമിങ് നടത്തിയില്ല. മുസ്ലിങ്ങൾക്ക് ഹൗസ് വാമിങ്ങിന്റെ ആവശ്യമില്ല. പിന്നെ സാധുക്കൊക്കെ എന്തെങ്കിലും കിട്ടിക്കോട്ടെ, അത് വേറെ തന്നെ ചെയ്യാലോ. അതിനെന്തിനാ ഹൗസ് വാമിങ് നടത്തണം? അതെ, ഈ ഹൗസ് വാമിങ് നടത്തിയപ്പോൾ എന്താ ഉണ്ടായത്? എത്ര ആള് കരഞ്ഞു വരെങ്ങള്? ഏടത്തിന്റെ വീടുണ്ടാക്കി, ഒരഞ്ചത്തി കട്ടിലും മേശയും ഫ്രിഡ്ജോ കൊടുത്തയച്ചു. മറ്റേ അഞ്ചത്തിന്റെ പൈസ അല്ലേ, ഓളവിടെ ഒന്ന് കാര്യ. ഓളബിൽ എന്തിനാ ഉപയോഗിക്കുക? എല്ലാവരും തന്ന പാത്രം കഴുകാൻ അല്ലേ? ആ പെണ്ണ് കണ്ണീരോണ്ട് ഞങ്ങളെ പാത്രം കഴുകുന്നത് മറക്കണ്ട കേട്ടോ. ഇതിന്റെയൊക്കെ ശിക്ഷ അത് തടുക്കാത്ത ആളുകൾക്ക് ഉണ്ടാവും കേട്ടോ, മറക്കണ്ട. ഏതായിരുന്നാലും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തുകൊണ്ട് ഇരുലോക വിജയം കിട്ടുന്ന യോഗ്യതയുള്ള വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ആമീൻ പറയുന്നത് പോലെ കൽബിന്റെ അകത്ത് നിന്ന് നമുക്ക് അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുങ്കർ നടത്താനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ പകർത്തി വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഇസ്രായേല്യരെ ശപിച്ചു 2 പ്രവാചകന്മാർ. അതിന്റെ പ്രധാന കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അതിന്റെ കാരണം ലമ്മ വഖഅത്ത് ബനു ഇസ്രായേൽ ഫിൽ മആസി, ഇസ്രായേൽ സന്തതികളിൽ തിന്മ പ്രചുരപ്രചാരം നേടിയപ്പോൾ ഒരുപാട് തിന്മകൾ വർദ്ധിച്ചു. ഇപ്പം നമ്മളെ നാട്ടിലെ തിന്മകൾ എണ്ണം പറയണ്ടല്ലോ. നമ്മളെ ഇന്ത്യയൊക്കെ നിങ്ങളെയൊക്കെ വീട്ടിലുള്ള പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം മാത്രം മതി തിന്മകൾക്ക് ഒന്ന് പോരെ. അവര് കല്യാണത്തിന് പോകുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഡ്രസ്സ് അത് വേറൊന്നും അല്ലെ. അങ്ങനെ ഓരോ നിങ്ങൾ നോക്കി ഇപ്പം വലിയ വലിയ പെണ്ണുങ്ങൾ കയ്യും ശരീരം മുഴുവൻ മൊയിലാഞ്ചി വെക്കുക. മൊയിലാഞ്ചി ഉണ്ടായത് സുന്നത്തല്ലെന്നും പറഞ്ഞു അല്ലേ? ഇല്ല, എവിടെ ഓല് മൊയിലാഞ്ചില്ലാത്ത എല്ലാ തലത്തും മൊയിലാഞ്ചിട്ട് നടക്കുക. ഏകദേശം 10-50 വയസ്സായ പെണ്ണുങ്ങൾ. ആരെയും എതിർക്കുന്നുണ്ടോ? നിങ്ങളോടെ ഉണ്ടോ? ശനിയാഴ്ച എന്താ കല്യാണത്തിന് തലേന്ന് ശനിയാഴ്ച എന്താ ഉള്ളത്? എന്താ അതിന്റെ പേര്? എന്തോ ഒരു പേരുണ്ട് അല്ലേ? ബത്തലിട്ട് അല്ലേ? എന്തോ ഒരു കെട്ടുണ്ട്. എന്തായാലും 3 കെട്ടില്ല, ഒരു ബത്തിലെ കെട്ട. അതിനും കുറെ ആളുകൾ, എല്ലാ ഉണ്ടാക്കന്മാരും അതിന് പോവുകയും ചെയ്യും. എന്നിട്ടോ അള്ളഹാനോട് ഭയങ്കര ദ്വായും, പഠിച്ചോനെ അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ വയനാട്ടിൽ ഇങ്ങനെ അവിടെ വീട്ടിൽ പൊട്ടി ഇപ്പുറത്ത് ഭൂമി കുലുക്കുണ്ടായി ലക്ഷക്കണക്കിന് ആൾക്കാർ പോയി, അള്ളാഹു എല്ലാവരും കഴിച്ചേക്കണം. ആമീൻ എന്നല്ല. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ആമീൻ പറയാൻ ധൈര്യമില്ല, അപ്പൊ ആമൂൻ എന്നാ പറയില്ല. കാരണം എന്താ? നിങ്ങൾക്കറിയാം എടുക്കൂല അല്ലാന്ന്. എന്താ അതിന്റെ കാരണം? അപ്പൊ നമ്മൾ പറയുന്നത് എടുക്കാത്തതിന് ഒരു കാരണം അത്. അപ്പം എന്താ നമ്മൾ പറഞ്ഞ? ഇസ്രായേലില് തിന്മ വ്യാപിച്ചു. അപ്പോൾ എന്താ ഉണ്ടായത് അറിയോ? നഹത്തുഹും ഉലമാവും, ആ സമൂഹത്തിലെ പണ്ഡിതന്മാർ ആ തിന്മകളെ എതിർത്തു. ഫലം യൻതഹു, അവർ വിരമിച്ചില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പൊ വിരമിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മളിതൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടോലേ കൂട്ടുള്ളൂ. ഞാൻ ഇപ്പൊ വെള്ളിയാഴ്ച ഖുത്ബ നടത്തി. ഇനിയിപ്പോ ഏകദേശം 10-40 കൊല്ലം കഴിഞ്ഞു. ആരോഗ്യം മുഴുവൻ കഴിഞ്ഞു, നിങ്ങൾക്ക് തന്നു അൽഹംദുലില്ലാഹ്. അപ്പോ ഞാൻ പറഞ്ഞ വെച്ചാൽ അത്രമാത്രം ആളുകൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തു. നിങ്ങളൊന്നും എന്നെ വെറുക്കണമല്ല എനിക്കറിയാം. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഹക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാം, അതാണ് ശരിയെന്നറിയാം. പക്ഷെ നിങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. അവിടെയാണ് നമ്മളുടെ ഈമാന്റെ കുറവ് കേട്ടോ. അപ്പോ നിങ്ങളാരും വെറുക്കുന്നില്ല. എന്നാൽ ഇസ്രായേലിലെ പണ്ഡിതന്മാർ അവർ ചെയ്ത തെറ്റുകളെല്ലാം എതിർത്തു. ഫലം യൻതഹു, അവർ വിരമിച്ചില്ല. അങ്ങനെയാണല്ലോ സമൂഹം വിരമിക്കാണ്ടൊക്കുമ്പം എതിർത്തുകൊണ്ടിരുന്ന പണ്ഡിതന്മാരും എന്താവും? ഇനിയിപ്പോ ഞാനായിട്ട് എതിർത്തിട്ട് കാര്യമില്ല, പറയണ്ട, കൗമ് പോകുമ്പോലെ പോകുള്ളൂ, അങ്ങനല്ലോ പറയാ അല്ലേ? നമ്മളിപ്പോ തൽക്കാലം പറയാൻ പോകണ്ട. അങ്ങനല്ലേ 90% ആൾക്കാരും. ഫലം യൻതഹു, അവർ വിരമിച്ചില്ല. എന്നാ അപ്പോഴും എന്ത് ചെയ്തു പണ്ഡിതന്മാർ? ഫജാലസൂഹും ഫി മജാലിസിഹിം,
അവരുടെ സദസ്സുകളിൽ സംബന്ധിക്കാൻ തുടങ്ങി. അവരുണ്ടാക്കുന്ന ചെയ്ത തെറ്റുകൾ ചെയ്യുന്ന എല്ലാ സദസ്സിലും ഈ പണ്ഡിതന്മാർ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നെ ആക്കിലുഹും ഷാരിബുഹും, അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും അവരോടൊപ്പം കുടിച്ചു തിമർക്കാനും അവർ തയ്യാറായി. ഉണ്ടോ? ഫലറബല്ലാഹു കുലൂബ ബഅദിഹിം ബിബഅദ്. അപ്പൊ ആ തെറ്റ് ചെയ്ത ആളുകളും ഈ തിന്മ നിരോധിക്കാത്ത പണ്ഡിതന്മാരുടെയും കൽബ് അല്ലാഹു ഒരുപോലാക്കി. ഉണ്ടോ? ബഅദുഹും കുലൂബ ബഅദിഹിം ബിബഅദ് ഫലഅനഹും അലാ ലിസാൻ ദാവൂദ്. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ നാവിലൂടെ ആ സമൂഹത്തെ ശപിച്ചു. ഈസബിന് മറിയം, ഈസാ നബിയും ആ സമൂഹത്തെ ശപിച്ചു. അപ്പം ശാപത്തിന് വിധേയമായ ഒരു വിഭാഗം ആളുകളാണ് ആര്? നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ. ചിലപ്പോൾ നമ്മൾ നിരോധിക്കുന്ന തിന്മകൾ ആളുകൾ വീണ്ടും തുടരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പറയൽ നിർത്താൻ പാടില്ല. നിർത്തിയാൽ അതോടുകൂടി അവസാനിക്കും. ഇപ്പം പലരും അങ്ങനെ. ഇപ്പം ഭാര്യ ചെയ്യുന്ന തെറ്റ് ഭർത്താവ് കുറെ കാലം പറയും, അല്ലേ? പിന്നെ കുറച്ച് കഴിഞ്ഞാലോ, ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല, അത് ഓലെ ബ്ലഡിലുള്ളതാ എന്നൊക്കെ പണ്ട് മൂപ്പര് കഴിഞ്ഞാളും, അല്ലേ? ബ്ലഡിലുള്ള എന്താ നിങ്ങൾ പറയല്? ജാത്യാളുള്ളത് തൂത്താ പോകില്ലാണ്, അല്ലേ? അല്ലോ ഉപമ അറിയില്ല. എന്നിട്ട് നിങ്ങൾ മിണ്ടാടുക്കുക. നിങ്ങളെ മക്കൾ ചെയ്യണ തെറ്റൊന്ന് ഓരോന്നും നിങ്ങൾ കാണുന്നുണ്ട്. കണ്ണ് ചെമ്പലല്ലേ, അല്ലേ? അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞാൽ എന്താവും? പറഞ്ഞാൽ നിങ്ങൾ പുറത്താവും. അതെങ്ങനെ? മക്കളും ഭാര്യ ഒരു ഭാഗത്താവും. മിക്കവാറും അങ്ങനെ ഉണ്ടാകുക. ഭർത്താവാണ് പറഞ്ഞതെങ്കിൽ മക്കളും ഭാര്യ ഒരു ഭാഗത്ത്, ഭാര്യയാണ് പറഞ്ഞെങ്കിൽ മക്കളും ഭർത്താവും ഒരു ഭാഗത്ത്, ഭാര്യ ഭർത്താവ്. ഓളെ കുടുംബവും ബന്ധുക്കളും ഒക്കെ അങ്ങനെയാണ്. ലോക്കലാണ്, മുനിസിപ്പാലിറ്റിയാണ്. ഇനിയൊന്നും പറയാൻ ബാക്കിയുണ്ടല്ലോ. അവന്റെ നാവ് കൂടെ വരാത്ത ഒരു ഓടയെ കൂടെ വരുന്നൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ വാനമിറങ്ങുന്നു? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ വിട്ടുമാറാത്ത, മരണം വരെ വിട്ടുമാറാത്ത ആ സ്വഭാവം മാറ്റിവെക്കരുത്. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു മരിക്കാൻ സമയത്ത് ഒരു യുവാവ് മയ്യത്ത് കാണാനെത്തി. ഇനിയിപ്പോൾ മയ്യത്ത് കാണാൻ പോക്ക് പ്രത്യേക സുന്നത്തൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മളൊരു അവസാനമായിട്ടൊരു കണ്ട് സലാം ചൊല്ലുമല്ലോ, അല്ലേ? സാധാരണ അങ്ങനല്ലേ? സാധാരണ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ തമ്മിൽ കണ്ട എന്ത് ചെയ്യും? അസ്സലാമു അലൈക്കും എന്ന് പറയും. മയ്യത്ത് കണ്ടാലോ അലൈക്കസ്സലാം എന്ന് പറയും, അല്ലേ? പറയല്ലേ? സലാം ചൊല്ലുന്നത് ഇങ്ങനല്ലേ? അലൈക്കസ്സലാം എന്ന് പറയാം മയ്യത്തിനോട്, അല്ലേ? അങ്ങനെ ഒരു സലാം ചൊല്ലും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹ് അവരെ ഒന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമ്മൾ മയ്യസ്കാറ്റ് പങ്കെടുക്കില്ല, അപ്പോൾ അവിടെ നിന്ന് ദ്വാരക്കും, അല്ലേ? ഖലീഫ ഉമർ റളിയല്ലാഹുവിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി വന്നൊരു യുവാവ് അദ്ദേഹത്തിന്റെ വസ്ത്രം നെര്യാണിക്ക് താഴെ കണ്ടപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ വിളിച്ചുപദേശിച്ചു. വൈലുൽ അഖാം, നെര്യാണിക്ക് താഴെ വരുന്ന വസ്ത്രം നീ നരകത്തിലെത്തും. ആരാ പറഞ്ഞത്? മയ്യത്ത് കാണാൻ വന്ന നമ്മളാണ്. എങ്ങനെ മുണ്ടോ? നമ്മൾ മുണ്ടൂല. നിങ്ങളെ രോഗം കാണാമെന്ന ഒരാളോട് നിങ്ങൾ പറയോ? ഓല് ചെയ്യുന്ന തെറ്റൊന്നും അവിടെ നിങ്ങൾ പറയില്ല. കാരണം എന്താ? ഓല് ഇനി വരുന്നേ ഇല്ലാണ്ടാക്കണ്ട. ഇനിയിപ്പോ മരിച്ചാൽ തീരും വരില്ല. ഇപ്പൊ രോഗമാണ്, അല്ലേ? നിങ്ങളെ എയ്മതല്ലേ? അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ മറച്ചു വെക്കുന്ന നിങ്ങൾ, അള്ളാന്റെ സത്യത്തെ മറച്ചു വെക്കുന്ന നിങ്ങളോട് ലാ യുകല്ലിമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമനാളിൽ അള്ളാഹു അത്തരക്കാരോട് സംസാരിക്കൂല. നഊദു ബില്ലാഹ്, അള്ളാഹു കാക്കട്ടെ. ഏതായിരുന്നാലും വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുർ-റഹീമായ റബ്ബ് അവന്റെ മഹത്തായ മഹലായ ഫضل കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുകയും നമ്മുടെ പ്രാർത്ഥന കബൂലാക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണം വരെ നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനുള്ള ഈമാനികമായ കരുത്ത് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. മരണത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നാം ചെയ്ത കർമ്മരേഖകൾ പരലോകത്തെത്തുമ്പോൾ വലതു കൈയിൽ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നിരവധി ആളുകൾ ആശുപത്രികളിലും വീടുകളിലും രോഗത്തിൽ കഴിയുന്നുണ്ട്. അങ്ങനെ രോഗത്തിൽ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി, സമാധാനം നൽകി, സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين.